വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. തമിഴ്നാട്ടിലെ വിരുദനഗറിൽ പടക്ക നിർമ്മാണശാല കത്തി 18 പേർ മരിച്ചു. വിരുദനഗറിനടുത്തുള്ള കട്ടനാർപ്പെട്ടിയിലുള്ള വനജ പടക്ക നിർമ്മാണശാലയിലാണ് സ്ഫോടനമുണ്ടായത്. ശക്തമായ സ്ഫോടനമാണ് ഉണ്ടായതെന്നും പ്രദേശമാകെ കുലുങ്ങിയെന്നും നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. സംഭവം നടക്കുമ്പോൾ നിരവധി പേർ ഇവിടെ ഉണ്ടായിരുന്നു. നിരവധി പേർ അവിടെ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 18ഓളം പേർ ഈ സ്ഫോടനത്തിൽ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. തമിഴ്നാട്ടിലെ വിരുദനഗറിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമായി ഇപ്പോൾ തുടരുകയാണ്. സംഭവസ്ഥലത്ത് 50-ലധികം പേർ ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 19ഓളം മരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുറച്ചു മുൻപ് വരെ 18 പേരായിരുന്നു മരിച്ചത് എന്ന് പറയുന്നു. ഇപ്പോൾ ഇതാ 19 മരണം സംഭവിച്ചിരിക്കുന്നു. അപകടം തമിഴ്നാട് വിരുദനഗറിലാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ ഒരു പടക്ക നിർമ്മാണശാല കത്തിയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രകമ്പനമാണ്, സ്ഫോടനമാണ് ഈ അപകടം നടന്ന സമയത്ത് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. നിരവധി പേർ ഇതിൽ കുടുങ്ങിയിരിക്കുന്ന അവരെ രക്ഷിക്കാനുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏകദേശം 50ഓളം പേർ ഈ സ്ഥലത്തുണ്ടായിരുന്നു ഈ അപകടം നടക്കുമ്പോൾ എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തുവരുന്നുണ്ട്. 19 മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പടക്ക നിർമ്മാണശാലയിലാണ് സ്ഫോടനമുണ്ടായത്. സംഭവം നടക്കുമ്പോൾ നിരവധി പേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപകടം തമിഴ്നാട് വിരുദനഗറിലാണ് ഉണ്ടായിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. തമിഴ്നാട്ടിൽ നിന്നും സജയൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജയൻ, എങ്ങനെയായിരുന്നു ഈ അപകടം സംഭവിക്കുന്നത്? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? അനുശ്രീ, തമിഴ്നാട്ടിലെ വിരുദനഗർ ജില്ലയിൽ വിരുദനഗറിന് സമീപം കാട്ടനാർപട്ടി ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന വനജ പടക്ക നിർമ്മാണശാലയിലാണ് സ്ഫോടനമുണ്ടായത്. ഇപ്പോൾ മരണസംഖ്യ 19ആയി ഉയർന്നിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം തീവ്രമായി നടന്നു വരുന്നു. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരുമൊക്കെ സംഭവ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ അവിടെ നിന്ന് ആശുപത്രികളിലേക്ക് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നിർമ്മാണശാലയിലെ 3 അറകൾ പൂർണ്ണമായും തകർന്നടിഞ്ഞിട്ടുണ്ട്. 10 കിലോമീറ്ററോളം ഈ സ്ഫോടനത്തിന്റെ പ്രകമ്പനം ഉണ്ടായി എന്നാണ് നാട്ടുകാർ പറയുന്നത്. സംഭവത്തെക്കുറിച്ച് പ്രാഥമിക നിഗമനം അത്യുഷ്ണം കാരണം പടക്കങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടായ സ്ഫോടനമെന്നാണ് പറയുന്നത്. സംഭവത്തെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ അന്വേഷണം പൂർത്തിയായാലേ അറിയാൻ പറ്റുകയുള്ളൂ. അപകട കാരണം പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ 50-ൽ പരം ആൾക്കാർ അവിടെ കുടുങ്ങിക്കിടപ്പുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൽ പലരെയും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് പോലീസും ചേർന്ന് ആശുപത്രികളിലേക്ക് കൊണ്ടുചെല്ലുന്ന രക്ഷാപ്രവർത്തനം നടത്തുന്ന ശ്രമത്തിലാണ്. ഇപ്പോൾ മരണസംഖ്യ 19 ആയിട്ട്